ഹായ് ഹലോ എവ്രി വൺ, ദിസ് ഈസ് നിഷ പിഡീസ് വേൾഡ്. അപ്പോൾ ഇന്ന് രാവിലെ നടക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് മഴ പെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മടിയായി മഴയത്ത് നടക്കാനായിട്ട്. പക്ഷേ പ്രതിയായിട്ടും അതൊന്നും വെക്കാതെ പ്രതിയായിട്ടും കുടയൊക്കെ എടുത്ത് നടക്കാനായിട്ട് പോയി. എന്നാൽ പിന്നെ ഞാൻ കുറച്ച് എക്സസൈസ് അങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ വേറെ ഓരോ സമയത്താട്ടോ ചെയ്യാറ്, കറക്റ്റ് ഈ ഒരു ടൈം അങ്ങനെയൊന്നുമില്ല. എനിക്ക് എപ്പോഴാണോ നല്ല ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോഴാണ് ചെയ്യാറ്. എപ്പോഴും എക്സസൈസൊക്കെ ശരിക്കും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ജിമ്മിലൊക്കെ പോയി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ സ്ലോലി ഹാൻഡ് മൂവ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ താഴത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് നേരം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം താഴത്തേക്ക് കൈ താഴ്ത്താണ്. അത് നമുക്ക് ആദ്യം സ്ലോലി ചെയ്തിട്ട് പിന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് ചെയ്യാൻ പറ്റും. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്റ്റെപ്സ് മാത്രം, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കുറച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടെന്നൊരു ദിവസം നമ്മളെല്ലാം കൂടി അവിടെ ചെയ്താൽ മസിലാകെ പെയിനായി തുടങ്ങും. അതുകൊണ്ട് തന്നെ സ്ലോലി ചെയ്തിട്ട് മാത്രം സാവധാനം ദിവസങ്ങളെടുത്ത് സ്ട്രെച്ചിങ് കൂടുതൽ ചെയ്യുക, പിന്നെ എക്സസൈസ് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്യുന്നത് നെക്കിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. രണ്ട് സൈഡിലേക്കും നെക്ക് നോക്കുന്നത് ചെയ്തതിന് ശേഷം പിന്നെ റൊട്ടേഷൻ ചെയ്യുകയാണ്. അപ്പോൾ റൊട്ടേഷനൊക്കെ ചെയ്യുമ്പം ശരിക്കും ശ്രദ്ധിച്ച് സ്ലോലി ചെയ്യണം കേട്ടോ. അപ്പോൾ സ്ലോലി ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ സ്റ്റക്ക് ആവുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാനും പിന്നെ അത് അധികം സ്ട്രോങ് ആയിട്ട് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. അപ്പോൾ അത് നല്ല കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യാം. എപ്പോഴും ഒരുപാട് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ചിലപ്പം ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യും ആളുകൾ അറിയാതെ തെറ്റിദ്ധരിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും സ്ലോലി എല്ലാ നെക്ക് മൂവ്മെൻറ്റ്സും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ക്രോസ് സൈൻ പോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ ഭാഗത്ത് താഴത്തേക്ക് അതുപോലെ ചെയ്യുക. അതിന് ശേഷം ഐസിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു എക്സസൈസാണത്. ഐസ് രണ്ട് ഭാഗത്തേക്കും കണ്ണ് ഇങ്ങനെ ഓടിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ നല്ലൊരു റിലാക്സേഷൻ കിട്ടും കണ്ണിനൊക്കെ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും കണ്ണിന് ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ, ഫോണിലേക്ക് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ണിൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണ് റിലാക്സ്ഡ് ആയി കിട്ടും. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് വൺ സൈഡ് ഹാൻഡ് മൂവ്മെൻ്റ് ആണ് കേട്ടോ. വൺ സൈഡായിട്ട് കൈ മുകളിലേക്ക് കൊണ്ടുവച്ചിട്ട് മറ്റേ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹിപ്പൊക്കെ ഒന്ന് വലിഞ്ഞ് മുറുകി ആ ഒരു ടൈറ്റ്നെസ് കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നത് ഡംബിൾസ് വെച്ചിട്ടുള്ള ചെറിയൊരു എക്സസൈസാണ് കേട്ടോ. എപ്പോഴും ബോഡി നല്ല ഫിറ്റ് ആയാൽ മാത്രമേ കൈയിൻ്റെ ഒക്കെ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഡംബിൾസ് കൊണ്ടുള്ളതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ 2 kg ഈച്ചാണ് ഞാൻ ഡംബിൾസിൻ്റെ വെയിറ്റ് എടുത്തിട്ടുള്ളത്. ഒരുപാട് കൈയിൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ ഡംബിൾ എക്സസൈസ് ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ 2 വർഷമായിട്ടുള്ളത് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. ഇത് ഞാൻ ഫസ്റ്റത്തെ ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസ്റ്റിനും കൈയിൻ്റെ ആ താഴെ മുട്ട് മുതൽക്ക് കൈ വരെയുള്ള ഭാഗത്തും നല്ലൊരു ഫിറ്റ്നസ് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് എക്സസൈസുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് എക്സസൈസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം കേട്ടോ. ബൈ.